ഹായ്, എല്ലാ കുട്ടികൾക്കും നമസ്കാരം. രാഹുൽ സാറാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആൽക്കെയിൻ അവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അതുവരെ എല്ലാവർക്കും ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ മൂന്നാമത്തെ ഫാമിലിയിലോട്ടാണ് പോകുന്നത്. മൂന്നാമത്തെ ഫാമിലി ആൽക്കൈനാണ്. ആൽക്കൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് ബോണ്ടാണ്? ട്രിപ്പിൾ ബോണ്ട് വരും. ട്രിപ്പിൾ ബോണ്ട് നെയിം ചെയ്യുന്നേക്ക് ആൽക്കീൻ നമ്മൾ എങ്ങനെയാണോ നെയിം ചെയ്യുന്നത് അതേ കണക്ക് തന്നെ നമ്മൾ ആൽക്കൈനും നെയിം ചെയ്യുന്നത്. എങ്ങനെ ആൽക്കീൻ നമ്മൾ നെയിം ചെയ്ത വേർഡ് റൂട്ട് അല്ലേ? വേർഡ് റൂട്ട് നേരെ ഇരിക്കുകയാണെങ്കിൽ വേർഡ് റൂട്ട് പ്ലസ് അല്ലേ, പിന്നെ നമ്പർ അല്ലേ, പ്ലസ് സഫിക്സിൽ നമ്മൾ എന്തോ കൊടുത്തത്? ഇ എന്നെയാണ് അവിടെ കൊടുത്തത്. അതിന് പകരം വൈ എന്നെ കൊടുക്കുക. അത്രയും മാത്രമേ ഉള്ളൂ വ്യത്യാസം, വേറെ ഒരു മാറ്റമില്ല. എക്സാമ്പിൾ ചെയ്യാം നമുക്ക് അല്ലേ, വേറെ പറയാനും കാര്യങ്ങളൊന്നുമില്ല. എക്സാമ്പിൾ ചെയ്യാം. ഒന്നാമത്തെ എക്സാമ്പിൾ ഒരു 3 എക്സാമ്പിൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. മൂന്നാമത്തെ എക്സാമ്പിൾ നിങ്ങൾ ചെയ്യും. ഓക്കെ, കാരണം എളുപ്പമുള്ളതാണ്. രണ്ടെണ്ണം. മൂന്നാമത്തെ എക്സാമ്പിൾ ഇതാണ്. മൂന്നാമത്തെ എക്സാമ്പിൾ. അതിൽ മൂന്നാമത്തെ എക്സാമ്പിൾ നിങ്ങൾ ചെയ്യുക, ബാക്കി രണ്ടെണ്ണം ഞാനിപ്പോൾ ചെയ്യും. നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് തന്നെ മാറ്റമൊന്നുമില്ല. ആദ്യം വേർഡ് റൂട്ട് കണ്ടുപിടിക്കുന്നു. ബ്രാഞ്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേർഡ് റൂട്ട് കണ്ടുപിടിക്കുന്നു. 1 2 3 4 5 5 വരുമ്പോഴത്തേക്ക് പെൻഡ്. ഇനി നമ്പർ വേണം. നമ്പർ ചെയ്യാം. 1 2 രണ്ടാമത്തെ കാർബൺ കഴിഞ്ഞിട്ട് ട്രിപ്പിൾ ബോണ്ട്. 1 2 3 മൂന്നാമത്തെ കാർബൺ കഴിഞ്ഞിട്ട് ട്രിപ്പിൾ ബോണ്ട്. 2 ആണോ 3 ആണോ എടുക്കേണ്ടത്? 2. സോ 2 5. സോ പേരെന്തുവാ? പെൻഡ് 2y. ഇപ്പുറത്തോട്ട് പോകും. പേരെഴുതാം. എത്ര കാർബൺസ് ഉണ്ട്? 1 2 3 4 4 വരും. ബ്യൂട്ട് നമ്പർ ചെയ്യുന്നു. 1 2 3 മൂന്നാമത്തെ കാർബൺ കഴിഞ്ഞിട്ട് 1 ഒന്നാമത്തെ കാർബൺ കഴിഞ്ഞിട്ട് 3 എടുക്കണോ 1 എടുക്കണോ? 1 എടുക്കണം. 1y. സിമ്പിൾ. നിങ്ങൾ ചെയ്യുമല്ലോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഇതാണ് നമ്മുടെ ആൽക്കെയിൻസിൻ്റെ കേസിൽ. നമ്മൾ ആൽക്കീൻ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതേ കണക്ക് തന്നെയാണ് നമ്മൾ ആരെയും ചെയ്യുന്ന ആൽക്കൈൻ എന്ന് പറയുന്ന ഫാമിലിയെയും ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലൈൻ നൊട്ടേഷൻ നോക്കാം. ഇത് ചെയ്യുക, കമൻറ്റ് ബോക്സിലിടുക. ഓക്കെ, ലൈൻ നൊട്ടേഷൻ നോക്കാം. ലൈൻ നൊട്ടേഷൻ അതായത് നേരെ ഇരിക്കുന്ന ലൈൻ നൊട്ടേഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യാൻ ആദ്യം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ബ്രാഞ്ച് നമ്മൾ പറഞ്ഞില്ലല്ലോ. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യും. 1 2 3 ഞാനിപ്പോൾ ചെയ്യും. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ആദ്യം നമുക്ക് ജംഗ്ഷൻസിനെ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 വരുമ്പോഴത്തേക്ക് ഹെക്സ്. ഇനി നമ്പർ വേണം. നമുക്ക് നമ്പർ ചെയ്യാം. 1 2 3 4 5 കഴിഞ്ഞിട്ട് ട്രിപ്പിൾ ബോണ്ട്. 1 കഴിഞ്ഞിട്ട് ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ 5 കഴിഞ്ഞിട്ട് എടുക്കണോ 1 കഴിഞ്ഞിട്ട് എടുക്കണോ? 1 കഴിഞ്ഞിട്ട് എടുക്കണം. സോ 1 കഴിഞ്ഞിട്ട് ട്രിപ്പിൾ ബോണ്ട്. സിമ്പിൾ. ചെയ്യാം. എത്ര കാർബൺ ജംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞേ? 1 2 3 4 5 6 7 7 വരുമ്പോഴത്തേക്ക് ഹെപ്റ്റ്. ഇനി ട്രിപ്പിൾ ബോണ്ടിൻ്റെ നമ്പർ 1 2 3 4 കഴിഞ്ഞിട്ട് ട്രിപ്പിൾ ബോണ്ട്. 1 2 3 കഴിഞ്ഞിട്ട് ട്രിപ്പിൾ ബോണ്ട്. 4 കഴിഞ്ഞിട്ട് എടുക്കണോ 3 കഴിഞ്ഞിട്ട് എടുക്കണോ? ചെറിയ നമ്പർ ഏതാ? 3 അല്ലേ? സോ 3y. സിമ്പിൾ. ഇനി ഇതിനെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 2 ട്രിപ്പിൾ ബോണ്ട് അല്ലേ, അപ്പം ഡൈ ഒന്ന് കൊടുക്കണം അല്ലേ? നോക്കാം. 1 2 3 4 5 6 7 വരുമ്പോഴത്തേക്ക് ഹെപ്റ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കൗണ്ട് ചെയ്യാം. കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ട്രിപ്പിൾ ബോണ്ട് 1 ഒന്നാമത്തെ കാർബൺ കഴിഞ്ഞിട്ട് ട്രിപ്പിൾ ബോണ്ട്. 2 3 4 കഴിഞ്ഞിട്ട് ട്രിപ്പിൾ ബോണ്ട്. അപ്പം 1 4 4 1 5 വരും. അവിടെ നിന്ന് ഇങ്ങോട്ട് കൗണ്ട് ചെയ്യാം. 1 2 3 കഴിഞ്ഞിട്ട് ട്രിപ്പിൾ ബോണ്ട് 3 4 5 6 കഴിഞ്ഞിട്ട് 6 3 9 5 എടുക്കണോ 9 എടുക്കണോ? 5 അല്ലേ എടുക്കണ്ട. അപ്പം
1ലും 4ലും ഈ കൗണ്ടാണ് എടുക്കേണ്ടത്. 1ലും 4ലും ഡൈ വൈ, 2 ട്രിപ്പിൾ ബോണ്ട് ഡൈ വൈ. അത് നിങ്ങൾ ചെയ്യുമല്ലോ, 2 ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. സോ ഇതാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്ന കേസ്. സിമ്പിളാണ്, എളുപ്പത്തിൽ നമ്മൾ ചെയ്തു അല്ലേ, വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തു. വേർഡ് റൂട്ട് എഴുതാം, നമ്പർ എഴുതാം, സഫിക്സ് എഴുതാം, വളരെ സിമ്പിളാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാനിത് മായ്ച്ചിട്ട് നമുക്കിനി ബ്രാഞ്ചിലോട്ട് പോകാം. ബ്രാഞ്ചാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ആൽക്കീനും കൂടെ ഒരുമിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യനും കൂടെ ഇതിൻ്റെ കൂടെ അങ്ങ് ചെയ്ത് നമുക്ക് ഹൈഡ്രോ കാർബൺ കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിനുശേഷം നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നതും അതിനകത്ത് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നതും മിക്സഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നതും ചെയ്യാം. അതിനുശേഷം സൈക്കിളിലേക്ക് നോക്കാം. കഴിഞ്ഞു. അപ്പോൾ നെയിമിങ് അപ്പോൾ കഴിഞ്ഞു. നെയിമിങ് ഇച്ചിരി വലുതാണ്. നിങ്ങൾക്ക് ബേസ് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയിമിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ അങ്ങ് ഓക്കെ ആണല്ലോ. അപ്പം ആൽക്കൈൻ. ഇനി നമുക്ക് ബ്രാഞ്ച് വരുന്ന കേസ് നോക്കാം. ബ്രാഞ്ച് വരുമ്പോൾ നമ്മൾ നെയിം ചെയ്യുന്ന ഇങ്ങനെയാണ്. വേർഡ് റൂട്ട് മാറ്റമില്ല, വേർഡ് റൂട്ട് പ്ലസ് നമ്പർ പ്ലസ് സഫിക്സ്. സഫിക്സ് നമ്മൾ എന്തോ കൊടുക്കണ്ട, ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് YN. പിന്നെ അതിന് മുന്നേ വേണം നമ്മൾ എന്തിനെ കൊടുക്കാൻ, ബ്രാഞ്ചിനെ കൊടുക്കാൻ. ബ്രാഞ്ചിൻ്റെ എന്ത് കൊടുക്കണം, നമ്പർ കൊടുക്കണം. ഇത് വേണം നിങ്ങളുടെ മെയിൻ ചെയിൻ. ഇത് വേണം നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കാൻ. രണ്ടാമത് ബ്രാഞ്ചിനെ കണ്ടുപിടിക്കുക, മൂന്നാമത് ബ്രാഞ്ചിൻ്റെ നമ്പർ. ഇവിടെ വേറൊരു നമ്പർ ഉണ്ട്, അത് ട്രിപ്പിൾ ബോണ്ടിൻ്റെയാണ്. പ്രയോറിറ്റി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ടിനാണ് ആരെക്കാട്ടിയും പ്രയോറിറ്റി, ബ്രാഞ്ചിനെ കാട്ടിയും. അപ്പോൾ ട്രിപ്പിൾ ബോണ്ടിന് ചെറിയ നമ്പർ കിട്ടണം. ഇനി ട്രിപ്പിൾ ബോണ്ടിൻ്റെ 2 സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ നമ്പർ ചെറുതാണെങ്കിൽ പിന്നെ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടണം. ക്വസ്റ്റ്യൻ ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ആൻസർ കമൻറ്റ് ബോക്സിൽ ഇടണേ. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, മെയിൻ ചെയിനെ കണ്ടുപിടിക്കാം. മെയിൻ ചെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഡബിൾ ബോണ്ട് ഇൻക്ലൂഡ് ആയിരിക്കണം, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ആരും ഇൻക്ലൂഡ് ആയിരിക്കണം, ട്രിപ്പിൾ ബോണ്ട്. 1 2 3 4 5 എടുക്കാം, ട്രിപ്പിൾ ബോണ്ട് ഇൻക്ലൂഡ് ആണ്. 1 2 3 4 5. 1 2 3 എടുക്കാൻ പറ്റില്ല. അപ്പം 1 2 3 4 5. ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ. മെയിൻ ചെയിനിൽ എത്ര കാർബൺസ് ഉണ്ട്, 5 വരുമ്പോഴത്തേക്ക് വേർഡ് റൂട്ട് പെൻഡ്. ഇനി എന്ത് വേണം, നമ്പർ ചെയ്യാം. 1 2 2 കഴിഞ്ഞിട്ട് ട്രിപ്പിൾ ബോണ്ട്, 1 2 3 3 കഴിഞ്ഞിട്ട് ട്രിപ്പിൾ ബോണ്ട്. ഇതിലേതെടുക്കണം, 2 കഴിഞ്ഞിട്ട്. സോ ഇത് മായ്ക്കുന്നു. അവിടെ നിന്നുള്ള നമ്പറിങ് എടുക്കുക, 3 4. പേരെഴുതാം. സോ പെൻഡ് 2 ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് YN. പിന്നെ ഒരു ബ്രാഞ്ച് ഉണ്ട്, CH3 ആണ് മെയിൻ ചെയിനിൽ പെടാത്ത ആൾ. ആ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേര് മീതൈൽ എന്നാണ്. എത്രാമത്തെ കാർബണുള്ള, 3ാമത്തെ കാർബണുള്ള. സോ പേരെന്തുവാ, 3 മീതൈൽ പെൻഡ് 2 Y. ഇവിടെ നോക്കാം. ലോങ്സ്റ്റ് ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. 1 2 3 4 5 6 7 എടുക്കാം, ട്രിപ്പിൾ ബോണ്ട് ഇൻക്ലൂഡ് ആണ്. 1 2 3 4 5 6 7. 1 2 3 4 5 എടുക്കാൻ പാടില്ല. സോ 7 വരുമ്പോഴത്തേക്ക് വേർഡ് റൂട്ട് ഹെപ്റ്റ്. ഇനി നമ്മൾ നമ്പർ കൊടുക്കാം. 1 2 3 കഴിഞ്ഞിട്ട് ട്രിപ്പിൾ ബോണ്ട്. 1 2 3 4 കഴിഞ്ഞിട്ട്. അപ്പോൾ 3 അല്ലേ എടുക്കേണ്ടത്. അപ്പോൾ ആ നമ്പറിങ് തന്നെ ഫോളോ ചെയ്യുക. 1 2 4 5 6 7. ഇവിടെ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി കേട്ടോ. ഇവിടെ 3 ഞാൻ ഇട്ടില്ല. 3 4 5. അപ്പം പെന്ന് തന്നെ എഴുതിയേക്കുന്നില്ല, കറക്റ്റാണ്. പക്ഷെ നമ്പർ ഇട്ടപ്പോൾ വ്യത്യാസമില്ലേ. 4 മീതയിലാണ്, 3 മീതയിലല്ല, 4 മീതയിൽ. മിസ്റ്റേക്ക് പറ്റിയതാണ്, സോറി. ഹെപ്റ്റ് എത്രാമത്തെ കാർബണിൽ, 3ാമത്തെ കാർബണിൽ YN. 3ാമത്തെ. ഇനി ബ്രാഞ്ച് നോക്കാം. 5ാമത്തെ കാർബണിൽ ഏതാ ബ്രാഞ്ച്, CH2 CH3 അല്ലേ. CH2 CH3 2 കാർബൺ എത്ത് ബ്രാഞ്ച് ആയതുകൊണ്ട് YL. ഇവൻ്റെ നോക്കാം. ലോങ്സ്റ്റ് ചെയിൻ നോക്കാം. 1 2 3 എടുക്കരുത്. 1 2 3 4 5 6 എടുക്കാം. 1 2 3 4 5 6 എടുക്കാം. 1 2 3 1 2 3 4 5 6. എങ്ങനെ നോക്കിയാലും 6. അതുകൊണ്ട് നേരെ ഇരിക്കുന്നതിന് എടുക്കുന്നതാണ് നല്ലത്. 6 വരുമ്പോൾ വിളിക്കുന്ന പേര് ഹെക്സ്. ഇനി നമുക്ക് ഡബിൾ ബോണ്ട് നമ്പർ കൊടുക്കാം. 1 2 3 3ാമത്തെ കാർബൺ കഴിഞ്ഞിട്ട്. 1 2 3 3ാമത്തെ കാർബൺ കഴിഞ്ഞിട്ട്. രണ്ടിടത്തും 3ാമത്തെ കാർബൺ കഴിഞ്ഞിട്ടാണല്ലോ. അപ്പോൾ നമുക്ക് ബ്രാഞ്ചിന് നോക്കാം. 1 2 3 4 5 6. 1 2 അത് നീലയിൽ എഴുതാവേ, നിങ്ങൾക്ക് ക്ലിയർ ആവും. 1 2 3 4 5 6.
എങ്ങനെ നോക്കിയിട്ടും 3 എനിക്ക് വന്നത്. അപ്പോൾ പിന്നെ 3 തന്നെയാണ് ട്രിപ്പിൾ ബോണ്ടിന് വരുന്നത്. പക്ഷേ ഏത് സൈഡിൽ നിന്നുള്ള നമ്പറിങ് എടുക്കണമെന്ന് കൺഫ്യൂഷനായി. 2 സൈഡിലും 3. അപ്പോൾ നിങ്ങൾ ബ്രാഞ്ച് നോക്കുക. ഇത് ബ്രാഞ്ച്, ഇത് ബ്രാഞ്ച്, 2 ബ്രാഞ്ച് ഉണ്ട്. ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നുവെങ്കിൽ സപ്പോസ് ഇതില്ല, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതില്ലെന്ന് വിചാരിക്കും, ഇതില്ല, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ 2ാമത്തെ കാർബണിൽ, ഇങ്ങനെ നോക്കുമ്പോൾ 5ാമത്തെ കാർബൺ. അപ്പം ഈ 2 എന്നുള്ള നമ്പറിങ് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ എടുക്കാൻ പാടുള്ളൂ. പക്ഷെ നമുക്കിപ്പോൾ എത്ര ബ്രാഞ്ച് ഉണ്ട്? 2 ബ്രാഞ്ച് ഉണ്ട്. 2 ബ്രാഞ്ച് വരുമ്പോൾ നമ്മൾ എങ്ങനെ നോക്കുന്നത്? സം ഓഫ് നമ്പേഴ്സ്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ 2ലും 5ലുമാണ് ബ്രാഞ്ച് വന്നിരിക്കുന്നത്. 2ലും 5ലും. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴും 2ലും 5ലും. അതും ശരിയായി. അപ്പോൾ പിന്നെ എങ്ങനെ എടുത്താലും കറക്റ്റാണ്. കാരണം ഇവിടെ നിങ്ങൾ നോക്കും 3ാമത്തെ കാർബൺ ട്രിപ്പിൾ ബോണ്ട്, 3ാമത്തെ കാർബൺ ട്രിപ്പിൾ. പിന്നെ നമ്മൾ ബ്രാഞ്ചിനെ നോക്കി പറയണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ 2ലും 5ലും, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 2ഉം 5ഉം. അപ്പോഴും കറക്റ്റ് തന്നെ. പിന്നെന്താ നമുക്ക് പ്രശ്നം? സെയിം തന്നെ എടുക്കുക. ഹെക്സ് 3 ബൈ. ഇനി ബ്രാഞ്ച് 2 മീതയിലാണ്, 2ലും 5ലുമാണ്, 2ലും 5ലുമാണ്. ഏത് വേണമെങ്കിലും എടുക്കുക. സോ 2,5 ഡൈ മീതയിൽ ഹെക്സ് 3 ബൈ. ഇവിടെ ലോങ് സൈൻ ഐഡൻറ്റിഫൈ ചെയ്യാം. 1 2 3 എടുക്കരുത്, 1 2 3 4 എടുക്കരുത്, 1 2 3 4 5 6 7 എടുക്കാം, 1 2 3 4 5 6 7 എടുക്കാം. സോ 7 വരും. കൗണ്ട് ചെയ്യാം നമുക്ക്. 7 വരുമ്പോഴത്തേക്ക് നമ്മൾ വിളിക്കുന്ന പേരെന്തുവാ? ഹെപ്റ്റ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ട്രിപ്പിൾ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ട് ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് കൊടുക്കണം? വൈൻ കൊടുക്കണം. എത്രാമത്തെ കാർബണിലാണെന്ന് കൊടുക്കണം അല്ലേ? കൗണ്ട് ചെയ്യാം. 1 2 3 4, 4ാമത്തെ കാർബൺ കഴിഞ്ഞിട്ട് 1 2 3, 3ാമത്തെ കാർബൺ കഴിഞ്ഞിട്ട് 3 എടുക്കണം, 4 എടുക്കണം, 3 എടുക്കണം. അപ്പോൾ ഇത് മായ്ക്കുക. ഇവിടെ നിന്നുള്ള നമ്പർ എടുക്കുക. 1 2 3 4 5 6 7. സോ 3ാമത്തെ കാർബണിൽ വൈ. ഇനി ബ്രാഞ്ച് പറ. ഏതാ ബ്രാഞ്ച് വന്നിരിക്കുന്നത്? 3 ബ്രാഞ്ച് വന്നിട്ടുണ്ടല്ലേ. 3 ഏത് ബ്രാഞ്ചാ? മീതയിലാണ്. എവിടൊക്കെയാ? 2ലും 5ലും 6ലും. സോ 2,5,6 ട്രൈ മീതൈൽ ഹെപ്റ്റ് 3y. പെർഫെക്റ്റ്. ഓക്കെ അല്ലേ? സിമ്പിൾ. അപ്പം ആ 5ാമത്തെ ചെയ്തിട്ട് എന്താ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ എന്തും കഴിഞ്ഞു, നമ്മുടെ ആൽക്കൈനും കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഈ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടെല്ലാം ഒരുമിച്ച് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഡബിൾ ബോണ്ടും കാണും, ട്രിപ്പിൾ ബോണ്ടും കാണും. ആ കേസിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, അതായത് ഒരു ഡബിൾ ബോണ്ടും കാണും, സിംഗിൾ ബോണ്ടും കാണും, ട്രിപ്പിൾ ബോണ്ടും കാണും, എല്ലാം കാണും. അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, പിന്നെ നേരെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണം. കുഴപ്പമില്ല, 2 ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഡബിൾ ബോണ്ടും കാണും, ട്രിപ്പിൾ ബോണ്ടും കാണും, എല്ലാം കാണും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡബിൾ ബോണ്ടിനും ട്രിപ്പിൾ ബോണ്ടിനും ഏകദേശം ഒരേ പ്രയോറിറ്റിയാണ്. അതിനെക്കാട്ടിയും പ്രയോറിറ്റി കുറവാണ് ബ്രാഞ്ചിന്. അതായത് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ബ്രാഞ്ചും വന്നാൽ ഇവർക്ക് വേണം ചെറിയ നമ്പർ കിട്ടാൻ. ഇവർക്ക് ചെറിയ നമ്പർ കിട്ടുന്ന ഓർഡർ ഏതാണോ ആ ഓർഡറിലുള്ള ബ്രാഞ്ചിൻ്റെ നമ്പർ വേണം എടുക്കാനായിട്ട്. പിന്നെ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും രണ്ടും വന്നാൽ സം ഓഫ് നമ്പേഴ്സ് നോക്കിയിട്ട് വേണം ഏത് സൈഡാണെന്ന് തീരുമാനിക്കാൻ. കൺഫ്യൂഷനായി ചെയ്ത് നോക്കാം. ചെയ്യാം, നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ നേരത്തെ പഴയ കണക്കിന് മാറ്റമൊന്നുമില്ല. ലോങ്ങസ്റ്റ് ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യുക. ലോങ്ങസ്റ്റ് ചെയിൻ ഏതാ? ബ്രാഞ്ച് അല്ല, മാക്സിമം നമ്പർ അല്ല, കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 വരുമ്പോൾ ഹെക്സ്. ഇനി നോക്കേണ്ടത് ഡബിൾ ബോണ്ടും ഉണ്ട്, ട്രിപ്പിൾ ബോണ്ടും ഉണ്ട്. രണ്ടിനും ഒരേ പ്രയോറിറ്റിയാണ്. അപ്പം നമ്മൾ നമ്പർ കൊടുക്കണം. നമ്പർ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും നമ്പർ ചെയ്യാം. 1 2 3 4 5 6. 1 2 3 4 5 6. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ 2ലും 5ലും. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വരുമ്പോൾ 1ലും 4ലും. 5ഉം 2ഉം 7, 4ഉം 1 5. അപ്പോൾ ഏതെടുക്കണം? 1ഉം 4ഉം എടുക്കണം. അപ്പോൾ ഇങ്ങോട്ടുള്ളത് വേണം എടുക്കാൻ, ഇതെടുക്കരുത്. ഇങ്ങോട്ടുള്ളത് പറയുമ്പോൾ 1 2 3 4 5 6 ഹെക്സ്. ഇനി ഡബിൾ ബോണ്ടും ഉണ്ട്, ട്രിപ്പിൾ ബോണ്ടും ഉണ്ട്. രണ്ടും നമ്മൾ സഫിക്സ് ആയിട്ട് രണ്ടാമതാണ് എഴുതുന്നത്. അതിൽ ആരെ വേണം ആദ്യം എഴുതാൻ? അപ്പോൾ നമ്മൾ നോക്കണം. ഡബിൾ ബോണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് ഈനെന്നും ട്രിപ്പിൾ ബോണ്ടിനെ വിളിക്കുന്ന പേര് വൈനെന്നുമാണ്. ആൽഫബറ്റിൽ ആരാ ഫസ്റ്റ്? ഈനാണോ വൈനാണോ? ഈനാണ്. എത്രാമത്തെ കാർബണിലാണ്? ഇങ്ങനെ നമ്മൾ നമ്പറിങ് പറഞ്ഞ 4ാമത്തെ കാർബൺ. സോ 4ാമത്തെ കാർബണിൽ ഈൻ.
ഇനി എത്രാമത്തെ കാർബണിൽ? ഒന്നാമത്തെ കാർബണിൽ വൈ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എ ഇ ഐ ഒ യു വൈ ഇവർ അടുത്തടുത്ത് വന്നാൽ, അതായത് സഫിക്സിൽ ഇത് വേർഡ് റൂട്ട്, അതിനുശേഷം സഫിക്സ് എഴുതത്തില്ലേ, അവരിൽ ഇവർ അടുത്തടുത്ത് വന്നാൽ ഒരുമിച്ച് എഴുതാൻ പാടില്ല. അപ്പം നോക്കി, ഇതല്ലേ ഇത് വേർഡ് റൂട്ടാണ്, ഇതാണ് നമ്മുടെ സഫിക്സ്. താണ്ട ഈ കഴിഞ്ഞിട്ട് ആര് വന്നു? വൈൻ വന്നു. ഒരെണ്ണം കഴിഞ്ഞിട്ട് അപ്പുറത്താണ്. അതുകൊണ്ട് നമ്മൾ എന്തെഴുതാൻ പാടില്ല? ഈ എഴുതാൻ പാടില്ല. സഫിക്സിനകത്ത് ആൽഫബറ്റിക്കൽ വൗവൽസ് അടുത്തടുത്ത് വരാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും വൈ വൗവൽ അല്ലല്ലോ, വൈയും വരാൻ പാടില്ല, അടുത്തടുത്ത് വരാൻ പാടില്ല. ഇതാണ് ആൻസർ. അപ്പം ഹെക്സ് 4 ENE എഴുതത്തില്ല, EN മാത്രമേ എഴുതൂ. 1 വൈ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. എത്ര കാർബൺസ് ആണെന്ന് കൗണ്ട് ചെയ്തേ? 1 2 3 4 5 6 7. 7 വരുമ്പോൾ ഹെപ്റ്റ്. ഇനി കൗണ്ട് ചെയ്യാം. 1 2 2 കഴിഞ്ഞിട്ട് ട്രിപ്പിൾ ബോണ്ട്, 3 4 5 5 കഴിഞ്ഞിട്ട് ഡബിൾ ബോണ്ട്. കൗണ്ട് ചെയ്യുന്നു. 1 2 2 കഴിഞ്ഞിട്ട് ഡബിൾ ബോണ്ട്, 3 4 5 5 കഴിഞ്ഞിട്ട് ട്രിപ്പിൾ ബോണ്ട്. ആഹാ, എങ്ങനെ നോക്കിയിട്ടും 2ഉം 5ഉം. അപ്പോഴാണ് അങ്ങനെ രണ്ടിടത്തോട്ട് ഒരേ രീതിയിൽ നമ്പർ വരുമ്പോൾ ആൽഫബറ്റ് ഓർഡർ നോക്കണം. ഇയാളാരാ? YNE. ഇയാളാരാ? ENE. ആൽഫബറ്റിൽ ആരാ ഫസ്റ്റ്? ENE ആണോ YNE ആണോ? ENE. ENEക്ക് ചെറിയ നമ്പർ കിട്ടണം. ഇവിടെ 5 കിട്ടിയേക്കുന്നത്, ഇവിടെ 2. അപ്പോൾ ഈ നമ്പർ വേണം എടുക്കാനായിട്ട്. ഈ നമ്പർ എടുക്കാൻ പാടില്ല. ഇവിടെ നമുക്ക് രണ്ടിടത്തും 2 നമ്പറായിരുന്നു. ഒന്ന് 2 5 1 4, അതിൽ ചെറിയ നമ്പർ എടുത്തു. പക്ഷേ ഇവിടെ രണ്ടിടത്തും ഒരേ നമ്പറിങ്ങാണ്. അതുകൊണ്ട് നമ്മൾ ആൽഫബറ്റ് ഓർഡറിൽ ഈനാണ് ആദ്യം വരുന്നത്. ഇങ്ങനെ നോക്കിയാൽ ഈനിന് 5, ഇങ്ങനെ നോക്കിയാൽ ഈനിന് 2. അപ്പോൾ 2 എടുക്കാം. അപ്പോൾ അങ്ങനെ 2ഉം 5ഉം. അപ്പം ഹെപ്റ്റ് ആദ്യം ഈനെയല്ലേ എഴുതണ്ട? 2 ഈൻ അല്ലേ? പിന്നെന്തുവാ? 5 വൈ. ഇനി എന്താ? ഇയും വൈയും അടുത്തടുത്ത് വരത്തില്ല. അപ്പോൾ ആരെ കട്ട് ചെയ്ത് കളയുക? ഈയെ കട്ട് ചെയ്ത് കളയുക. സോ ഹെപ്റ്റ് 2 ഈൻ 5 വൈ. ഇതിൻ്റെ നോക്കാം. 1 2 3 4 5 6 7. 7 വരുമ്പോഴത്തേക്ക് ഹെപ്റ്റ് നമ്പർ ചെയ്യാം. ഒന്നാമത്തെ കാർബണിൽ 2 3, മൂന്നാമത്തെ കാർബണിൽ 4 5, അഞ്ചാമത്തെ കാർബണിൽ 1 3 5, 5 3 8, 8 1 9. അവിടെ കൗണ്ട് ചെയ്തേ. 1 2 രണ്ടാമത്തെ കാർബണിൽ, 3 4 നാലാമത്തെ കാർബണിൽ, 5 6 ആറാമത്തെ കാർബണിൽ, 2 4 6 4 10 12. 12 ആണോ 9 ആണോ? 9 മതി. അപ്പോൾ ഇതങ്ങ് വിട്ടേക്കാം. ഏതൊക്കെ ബോണ്ടാണ് വന്നേക്കുന്നത്? ഡബിൾ ബോണ്ട് 2 എണ്ണം ഉണ്ടല്ലേ, 3ലും 5ലും. ഡബിൾ ബോണ്ടല്ലേ ആദ്യം എഴുതേണ്ടത്? ഈൻ. സോ 3,5 ഡൈഈൻ അല്ലേ? 2 ഡബിൾ ബോണ്ടേ. ഇനി എന്തുവാ? ഒന്നാമത്തെ കാർബണിൽ YNE. ഒന്നാമത്തെ കാർബണിൽ YNE. ഇതാണ്ട ഇയും വൈയും അടുത്തടുത്ത് വന്നിട്ടില്ലേ? അപ്പോൾ ആരെ എഴുതണ്ട? ഈ എഴുതണ്ട. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. 1 2 3 4 5 6. 6 വരുമ്പോൾ ഹെക്സ്. 1 2 ഇവിടെ നോക്കുമ്പോൾ 2, 3 4 ഇവിടെ നോക്കുമ്പോൾ 4, 1 2 ഇവിടെ നോക്കുമ്പോൾ 2, 3 ഇവിടെ നോക്കുമ്പോൾ 3. സോറി 3 4, 2ഉം 4. രണ്ടിടത്തും 2ഉം 4ഉം തന്നെ. അപ്പോൾ എന്ത് വേണം? ഡബിൾ ബോണ്ടിന് ചെറിയ നമ്പർ. ഡബിൾ ബോണ്ട് ഇതല്ലേ? ഇങ്ങനെ നോക്കുമ്പോൾ ഡബിൾ ബോണ്ടിന് 2ഉം, ഇങ്ങനെ നോക്കുമ്പോൾ ഡബിൾ ബോണ്ടിന് 4ഉം ആണ്. അപ്പോൾ 2. അപ്പോൾ ഈ നമ്പറിങ് വേണ്ട, ഈ നമ്പറാണ് എടുക്കാനായിട്ട്. അപ്പം ഹെക്സ് 2 ഈൻ 4 വൈ. എന്ത് എഴുതണ്ട? ഇയും വൈയും അടുത്തടുത്ത് വന്നു, ഈ എഴുതണ്ട. ഇതാണ് ആൻസർ. അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഇടും. അപ്പോൾ ഇതാണ് നേരെ ഇരിക്കുന്ന കോമ്പൗണ്ടിൻ്റെ നെയിമിങ്. ഇനി നമുക്ക് ബ്രാഞ്ചിലോട്ട് പോകും. ബ്രാഞ്ച്, അതായത് ബ്രാഞ്ചും ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒക്കെ വരും. ആ കേസിലെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ലൈൻ നൊട്ടേഷൻ നമ്മൾ ചെയ്തില്ലല്ലോ. അതായത് ഈ ക്വസ്റ്റ്യൻ്റെ ലൈൻ നൊട്ടേഷൻ അത് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. നമുക്ക് അടുത്ത ലൈൻ ഇതിൻ്റെ ചെയ്യാം. അതായത് ബ്രാഞ്ചും കൂടെ വരുന്നതിൻ്റെ ലൈൻ നൊട്ടേഷൻ ചെയ്യും. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബ്രാഞ്ചിനെ വേണം രണ്ടാമത് കണ്ടുപിടിക്കാൻ. രണ്ടാമത് വിത്ത് നമ്പർ പ്ലസ്. ആദ്യം ആരെ എഴുതേണ്ട? മെയിൻ ചെയിൻ. മെയിൻ ചെയിനെ വേണം ആദ്യം കണ്ടുപിടിക്കാൻ. മെയിൻ ചെയിൻ ഫസ്റ്റ് പ്രയോറിറ്റി. അതിനകത്ത് ആരൊക്കെയുണ്ട്? വേർഡ് റൂട്ട് അല്ലേ, പ്ലസ് നമ്പർ പ്ലസ് സഫിക്സ്.
ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, CH3 CH താഴോട്ടൊരു CH3, സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH2, C ട്രിപ്പിൾ ബോണ്ട് CH. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, C ഡബിൾ ബോണ്ട് C വേണ്ട, CH2 ഡബിൾ ബോണ്ട് C, സിംഗിൾ ബോണ്ട് CH2, CH3, CH2 CH2 C ട്രിപ്പിൾ ബോണ്ട് CH. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, CH ട്രിപ്പിൾ ബോണ്ട് C, സിംഗിൾ ബോണ്ട് CH, CH2 CH3, CH3 CH ഡബിൾ ബോണ്ട് CH2. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ, CH3 CH3 ഡബിൾ ബോണ്ട് C, CH2 C ട്രിപ്പിൾ ബോണ്ട് C, CH3 CH3. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ഒരു ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ ദാ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് CH ഡബിൾ ബോണ്ട് CH, CH2, ഇവിടെ നമുക്കൊരു CH3 കൊടുക്കാം, ഇവിടെ ഒരു CH3 കൊടുക്കാം, C ട്രിപ്പിൾ ബോണ്ട് C, CH2 CH3. അത് നിങ്ങൾ ചെയ്യും. ഓരോന്നായിട്ട് ചെയ്യാം നമുക്ക്. ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് മെയിൻ ചെയിനെയാണ്. മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് കാർബൺ വരുന്ന ചെയിൻ. പക്ഷെ നമുക്കിവിടെ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ആണെങ്കിൽ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരുന്ന കാർബൺ വരുന്ന ചെയിൻ. ഓക്കെ, ഇതാ മെയിൻ ചെയിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. 1 2 3 4 5 6 7. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉണ്ട്. 1 2 3 4 5 6 7. 1 2 3 എടുക്കരുത്. അപ്പോൾ മാക്സിമം വരുന്ന 7 എണ്ണമാണതാ, 7 എണ്ണം. 7 വരുമ്പോൾ വിളിക്കുന്ന പേര് ഹെപ്റ്റ്. ഇനി എന്ത് വേണം? നമ്പറും സഫിക്സും വേണം. നമുക്കിവിടെ 2 സഫിക്സ് ഉണ്ട്. ദാ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, ഡബിൾ ബോണ്ടിനെ വിളിക്കുന്ന പേര് ഇ. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, വിളിക്കുന്ന പേര് വൈ. പേരെഴുതാനൊക്കെ നിങ്ങൾക്ക് അറിയാം. ഈ ബ്രാഞ്ച് ഇവിടെ ഇല്ലയെന്ന് വെച്ചിട്ട് നേരത്തെ നിങ്ങൾ എങ്ങനെയാണോ പേരെഴുതിയത് അതേ കണക്ക് പേരെഴുതും. കൗണ്ട് ചെയ്യാം. 1 2 3. 3 കഴിഞ്ഞിട്ട് ഡബിൾ ബോണ്ട്. 4 5 6. 6 കഴിഞ്ഞിട്ട് ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ 3യും 6ഉം അവിടെ നിങ്ങോട്ട് കൗണ്ട് ചെയ്യും. 1 കഴിഞ്ഞിട്ട് ട്രിപ്പിൾ ബോണ്ട്. 2 3 4. 4 കഴിഞ്ഞിട്ട് ഡബിൾ ബോണ്ട്. 1ഉം 4ഉം 1ഉം 4ഉം 5, 3യും 6ഉം 9. 9 5. അപ്പോൾ ഇത് വേണ്ട എടുക്കാനായിട്ട് ചെറുത്. അപ്പം ഇതങ്ങ് മായ്ക്കും. എന്നിട്ട് ഇവിടെ നിന്നുള്ള നമ്പറിങ് എടുക്കുക. 2 3 4 5 6 7. ഇനി പറ ഹെപ്റ്റ്. ഈനും ഉണ്ട് വൈനും ഉണ്ട്. ആൽഫബറ്റിൽ ആരാ ഫസ്റ്റ്? ഈൻ. എത്രാമത്തെ കാർബണുള്ള? 4ാമത്തെ കാർബണിൽ ഈൻ, ദെൻ 1ാമത്തെ കാർബണിൽ വൈൻ. ഇയും വൈയും അടുത്തടുത്ത് വരാൻ പാടില്ല. ഈയെ കളഞ്ഞേക്കാം. ഇത്രയല്ല, ഇനി നമുക്കൊരു ബ്രാഞ്ച് ഉണ്ട്. ഏതാ ബ്രാഞ്ച്? ഒരു കാർബൺ വരുന്ന ബ്രാഞ്ച്. ഒരു കാർബൺ വരുന്ന ബ്രാഞ്ചിനെ വിളിക്കുന്ന പേര് മീഥേൽ. എത്രാമത്തെ കാർബണിലാണ്? 6ാമത്തെ കാർബൺ. സോ 6 മീഥേൽ, ഹെപ്റ്റ്, 4 ഈൻ, 1 വൈൻ. കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ലോങ് ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യാം. 1 2 3 4 എടുക്കാൻ പാടില്ല. ഡബിൾ ബോണ്ട് മാത്രമേ വന്നിട്ടുള്ളൂ, ട്രിപ്പിൾ ബോണ്ട് വന്നിട്ടില്ല. 1 2 3 4 5 6 7 എടുക്കാൻ പാടില്ല. ട്രിപ്പിൾ ബോണ്ട് വന്നു, ഡബിൾ ബോണ്ട് വന്നിട്ടില്ല. 1 2 3 4 5 6 എടുത്തേ പറ്റൂ. ഇങ്ങനെ നോക്കുമ്പോൾ 6 എണ്ണേ ഉള്ളൂ. 1 2 3 4 5 6 7. ഇങ്ങനെ നോക്കുമ്പോൾ 7 എണ്ണം ഉണ്ട്. പക്ഷേ ഇങ്ങനെ എടുക്കരുത്. ഇങ്ങനെ എടുത്താൽ ഡബിൾ ബോണ്ട് ചെയിനകത്ത് വന്നിട്ടില്ല. അപ്പം ഇങ്ങനെ എടുത്തേ പറ്റൂ, വേറെ ഒരു വഴിയുമില്ല. അങ്ങനെ എടുത്തേ പറ്റൂ. അതേസമയം ഇവിടെ ഇല്ല. സിംഗിൾ ബോണ്ട് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം. കാരണം ഡബിൾ ബോണ്ട് ഇങ്ങനെ, ട്രിപ്പിൾ ബോണ്ട് ഈ ചെയിനിൽ വരുന്നുണ്ട്, ഈ ചെയിനിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ചെയിൻ എടുക്കാൻ നിങ്ങൾക്ക്. പക്ഷേ ഇവിടെ ഡബിൾ ബോണ്ട് കിടപ്പുണ്ട്. അതുകൊണ്ട് അങ്ങനെ എടുത്തേ പറ്റും. മൊത്തം എത്ര കാർബൺ? 1 2 3 4 5 6. 6 വരുമ്പോഴത്തേക്ക് ഹെക്സ്. ഇനി എന്ത് വേണം? നമ്പർ ചെയ്യാം. 1ാമത്തെ കാർബൺ കഴിഞ്ഞിട്ട് ഡബിൾ ബോണ്ട്. 2 3 4 5. 5ാമത്തെ കാർബൺ. 5 1 6 ഈ സൈഡിലെ നമ്പറിങ്. അവിടെ നിന്ന് പറഞ്ഞേ 1 2. 1ാമത്തെ കാർബൺ കഴിഞ്ഞിട്ട് 2 3 4 5. 1ാമത്തെ കാർബൺ കഴിഞ്ഞിട്ട് 5ാമത്തെ കാർബൺ. അപ്പോൾ ഇവിടെയും 6. രണ്ടിടത്തും ഒരേ രീതിയിലുള്ള നമ്പറിങ് ആണെങ്കിൽ
ആൽഫബറ്റിൽ ആരാണോ ഫസ്റ്റ് അയാൾക്ക് ചെറിയ നമ്പർ. ബ്രാഞ്ചിനെ നോക്കരുത്, അവർ തമ്മിൽ ആൽഫബറ്റ് നോക്കുക. ആൽഫബറ്റിൽ ആരാ ഫസ്റ്റ്? ഈനാണോ വൈനാണോ? ആൽഫബറ്റിൽ ഫസ്റ്റ് ഈനാണ്. അപ്പോൾ ഈന് ചെറിയ നമ്പർ കിട്ടണം. ഇവിടെ ഈന് കിട്ടിയേക്കുന്ന നമ്പർ ഈ രീതിയിലാണെങ്കിൽ 5ഉം ഇവിടെ നിന്നാണെങ്കിൽ 1ഉമാണ്. അപ്പം ഈ നമ്പർ എടുക്കാൻ പാടില്ല, ആ നമ്പറിങ്ങാണ് എടുക്കാനായിട്ട്. അപ്പോൾ നമ്പറിങ് കംപ്ലീറ്റ് ചെയ്തേ. 2 3 4 5 6. അപ്പോൾ എത്രാമത്തെ കാർബണുള്ള? ഒന്നാമത്തെ കാർബണിൽ ഇ, അഞ്ചാമത്തെ കാർബണിൽ വൈ. ഇയും വൈയും അടുത്തടുത്ത് വരാൻ പാടില്ല, ഈ കട്ട് ചെയ്ത് കളയും. ഇനി ബ്രാഞ്ചിനെ നോക്കാം. എത്രാമത്തെ കാർബണുള്ള? രണ്ടാമത്തെ കാർബൺ. രണ്ടാമത്തെ കാർബൺ ഏത് ബ്രാഞ്ചാണ്? 2 കാർബൺ വരുന്ന ബ്രാഞ്ച്. 2 കാർബൺ ആകുമ്പോൾ എത്ത് ബ്രാഞ്ച് ആണെങ്കിൽ വൈ എൽ. ഇത് കഴിഞ്ഞു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ലോങ്സ്റ്റ് ചെയിൻ നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ലോങ്സ്റ്റ് ചെയിൻ 1 2 3 4 5 എടുക്കരുത്. ട്രിപ്പിൾ ബോണ്ടേ ഉള്ളൂ, ഡബിൾ ബോണ്ട് വന്നിട്ടില്ല. 1 2 3 4 5 1 2 3 4 5 6. ഓക്കെ, 1 2 3 4 പറ്റത്തില്ല. 1 2 3 4 5 6 പറ്റത്തില്ല. സോ ലോങ്സ്റ്റ് ചെയിൻ എത്ര കാർബൺ? 1 2 3 4 5 6. 6 വരുമ്പോഴത്തേക്ക് ഹെക്സ്. ഇനി നമുക്ക് നമ്പർ ചെയ്യാം. ഒന്നാമത്തെ കാർബൺ കഴിഞ്ഞിട്ട് 2 3 4 5. അഞ്ചാമത്തെ കാർബൺ കഴിഞ്ഞിട്ട് ഒന്നാമത്തെ കാർബൺ കഴിഞ്ഞിട്ട് 2 3 4 അഞ്ചാമത്തെ കാർബൺ കഴിഞ്ഞിട്ട്. രണ്ടിടത്ത് 1 5 ആണല്ലോ, കുഴപ്പമില്ല. ഇത് ട്രിപ്പിൾ ബോണ്ട് വൈനാണ്, ഇത് ഡബിൾ ബോണ്ട് ഈനാണ്. ഈന് ചെറിയ നമ്പർ കിട്ടണം. ഇവിടുത്തെ ഈൻ്റെ നമ്പർ 5, ഇവിടുത്തെ ഈൻ്റെ നമ്പർ 1. അപ്പോൾ ഇത് തന്നെ ഫോളോ ചെയ്യണം, ഇതെടുക്കണ്ട. 1 2 3 4. ഇനി പേര് പറയാം. ഒന്നാമത്തെ കാർബണിൽ ഈനെ വേണം ആദ്യം എഴുതാൻ. ദെൻ അഞ്ചാമത്തെ കാർബണിൽ വൈ. ഇയും വൈയും അടുത്തടുത്ത് വരാൻ പാടില്ല. ഇനി ഏതാ ബ്രാഞ്ച് വന്നേക്കുന്ന? 2 ബ്രാഞ്ച് ഉണ്ടല്ലേ. ഇതേത് ബ്രാഞ്ചാ? ഈതേൽ. ഇതേത് ബ്രാഞ്ചാ? മീതേൽ. ആൽഫബറ്റിൽ ആരാ ഫസ്റ്റ്? ഈതേലാണോ മീതേലാണോ? ഈതേൽ. എത്രാമത്തെ കാർബണുള്ള? നാലാമത്തെ കാർബൺ. നാലാമത്തെ കാർബൺ ഈതേൽ. ദെൻ മൂന്നാമത്തെ കാർബണിൽ മീതേൽ. സോ പേര് പറഞ്ഞേ. 4 ഈതേൽ 3 മീതേൽ ഹെക്സ് 1 ഈൻ 5 വൈ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ലോങ്സ്റ്റ് ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യാം. 1 2 3 4 5 6 7 8. 1 2 3 1 2 3 1 2 3 4 5 6 7 8 പറ്റാം. 1 2 3 4 5 6 7 8. എങ്ങനെ നോക്കിയാൽ 8 8 8 വരുമ്പോൾ വിളിക്കുന്ന പേര് ഒക്ട്. 8 ആണെങ്കിൽ ഒക്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്പർ ചെയ്യാം. 1 2 2 കഴിഞ്ഞിട്ട് ഡബിൾ ബോണ്ട്. 3 4 5 5 കഴിഞ്ഞിട്ട് ട്രിപ്പിൾ ബോണ്ട്. 2ഉം 5ഉം 7 വരും. 1 2 3 3 കഴിഞ്ഞിട്ട് ട്രിപ്പിൾ ബോണ്ട്. 4 5 6 6 കഴിഞ്ഞിട്ട് ഡബിൾ ബോണ്ട്. 3 6 9 വരും. 7 എടുക്കണോ 9 എടുക്കണോ? 7 എടുത്താൽ മതി. അപ്പോൾ ഇതങ്ങ് വായിക്കും. നമ്പർ കംപ്ലീറ്റ് ചെയ്യുക. 1 2 3 4 5 6 7 8. ഒക്ട്. ഈ ഡബിൾ ബോണ്ടിനെ ആദ്യം എഴുതണം. രണ്ടാമത്തെ കാർബണിൽ 2E അല്ലേ. ഇനി എത്രാമത്തെ കാർബണിൽ? അഞ്ചാമത്തെ കാർബണിൽ വൈ. പക്ഷേ ഇയും വൈ അടുത്തടുത്ത് വരാൻ പാടില്ല. ഇനി ബ്രാഞ്ച് നോക്കാം. ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട് മീതയിൽ, ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട് മീതയിൽ. 2 മീതയിലായതുകൊണ്ട് എന്താണെന്ന് എഴുതാം? ഡൈ മീതയിൽ എന്ന് എഴുതാം. ഡൈ മീതയിൽ. 2ലും 7ലും 2,7. സിമ്പിൾ. ഇതിൻ്റെത് നിങ്ങൾ ചെയ്തിട്ട് കണ്ടുപിടിക്കുക. ഇതിൻ്റെ നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് നേരെ ഇരിക്കുന്ന കോമ്പൗണ്ട് വരും, മീൻസ് നമ്മുടെ സ്ട്രക്ചറൽ ഫോമിൽ തരുമ്പോഴാണ് ഇനി ലൈൻ നൊട്ടേഷനും കൂടെ ചെയ്യാം. ഓക്കെ ആണല്ലോ. നമ്മൾ നേരെ ലൈൻ നൊട്ടേഷനിലോട്ട് പോവുകയാണ്. ഓക്കെ, നമുക്കിനി ലൈൻ നൊട്ടേഷൻ ചെയ്ത് നോക്കാം. ബാക്കിയെല്ലാം പഴയ കണക്ക് തന്നെ, മാറ്റമൊന്നും ഇല്ല കേട്ടോ. ഒരെണ്ണത്തിനും മാറ്റം പോലും ഇല്ല, ഒന്നിനും മാറ്റം വന്നിട്ടില്ല. നോർമൽ രീതിയിൽ നമ്മൾ ചെയ്യുന്ന കണക്ക് തന്നെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക്, അത് നിങ്ങൾ ചെയ്യാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യില്ല, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാം. കമൻറ്റ് ബോക്സിലിടും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. സിമ്പിൾ. ലോങ്സ്റ്റ് ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യാം. ഐഡൻറ്റിഫൈ ലോങ്സ്റ്റ് ചെയിൻ. 1 2 3 4 5 6 7. ഞാനിനി ഡോട്ട് ഇടണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ ജംഗ്ഷൻ. കൗണ്ട് ചെയ്യാം നമുക്ക്. 1 2 3 4 എടുക്കാൻ പറ്റില്ല. ട്രിപ്പിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ, ഡബിൾ ബോണ്ട് വന്നിട്ടില്ല. 1 2 3 4 5 6 7 8 എടുക്കാം. 1 2 3 4 5 6 7 എടുക്കാം. 1 2 3 4
അപ്പോൾ 8 എണ്ണം എഴുതാം. 1 2 3 4 5 6 7 8 ഇതാണ്ട. ഇതാണ് ലോങ്സ്റ്റ് ചെയിൻ. 8 എണ്ണം വരുന്നത്. 8 വരുമ്പോഴത്തേക്ക് വിളിക്കുന്ന പേരെന്തുവാ? ഒക്ട്. 8 ആകുമ്പോൾ ഒക്ട്. ഇനി നമുക്ക് നമ്പർ ചെയ്യാം. ആണ് സോറി, ഒന്നാമത്തെ കാർബൺ കഴിഞ്ഞിട്ട് 2 3 4, നാലാമത്തെ കാർബൺ കഴിഞ്ഞിട്ട് 1 4 5 വരും. കൗണ്ട് ചെയ്യുന്നു. 1 2 3 4, നാലാമത്തെ കാർബൺ കഴിഞ്ഞിട്ട് 5 6 7, ഏഴാമത്തെ കാർബൺ കഴിഞ്ഞിട്ട് 7 4 11 എടുക്കണ്ട, മറ്റേതെടുക്കുന്നു. അപ്പം നമ്പർ അവിടുത്തെ കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ പാർഷ്യൽ ചെയ്തിട്ടുള്ളൂ. 2 3 4 5 6 7 8. ആൽഫബറ്റിൽ ഈനാണ് ഫസ്റ്റ് എഴുതേണ്ടത്. സോ ഒക്ട് 4 ഈൻ, പിന്നെ വൈൻ. എത്രാമത്തെ കാർബണുള്ള? ഒന്നാമത്തെ കാർബണിൽ വൈൻ. ഈനും ഈയും വൈ ഒരുമിച്ച് എഴുതാൻ പാടില്ല. ഇനി ബ്രാഞ്ച് നോക്കുക. ഇവിടെ ഒരു ബ്രാഞ്ച്, ഇവിടെ ഒരു ബ്രാഞ്ച്, രണ്ടും മീതേലാണ്. സോ എന്താണെന്ന് എഴുതാം? ഡൈമീതേൻ. ഡൈമീതേൻ എത്രയുള്ള? 3ലും 6ലും. സോ 3,6 ഡൈമീതേൻ ഒക്ട് 4 ഈൻ 1. മൂവിങ് ടു നെക്സ്റ്റ് വൺ. ലോങ്സ്റ്റ് ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യാം. 1 2 3 1 2 3 4 5 6 7. ഓക്കെ, 1 2 3 4 5 6 7. ഓക്കെ, 7 ലോങ്സ്റ്റ് ചെയിൻ. ലോങ്സ്റ്റ് ചെയിൻ 7 വരുമ്പോൾ വിളിക്കുന്ന പേര് ഹെപ്റ്റ്. ഇനി നമുക്ക് ട്രിപ്പിൾ ബോണ്ട് നമ്പർ നോക്കണം. 1 2 3, 3 കഴിഞ്ഞിട്ട് ഡബിൾ ബോണ്ട്. 4 5 6, 6 കഴിഞ്ഞിട്ട് ട്രിപ്പിൾ ബോണ്ട്. 6 3 9. 1 കഴിഞ്ഞിട്ട് 2 3 4, 4 കഴിഞ്ഞിട്ട് 1 4 5. 9 വേണോ 5 വേണോ? 5 മതി. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, 5 മതി. കംപ്ലീറ്റ് ചെയ്യുക. 2 3 4 5 6 7. ആദ്യം ഡബിൾ ബോണ്ട്. എത്രാമത്തെ കാർബണിലാണ്? നാലാമത്തെ കാർബണിൽ ഈൻ, ഒന്നാമത്തെ കാർബണിൽ വൈ അല്ലേ? ഈയും വൈ ഒരുമിച്ച് വരാൻ പാടില്ല. പിന്നെ വരുന്ന ബ്രാഞ്ചാണ്. എത്രാമത്തെ കാർബണിലാണ്? ആറാമത്തെ കാർബൺ. ഏതാ ബ്രാഞ്ച്? മീതൈൽ. സോ 6 മീതൈൽ ഹെപ്റ്റ് 4 ഈൻ 1 വൈ. ലോങ്സ്റ്റ് ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. 1 2 3 4 5. 1 2 3 4 5 6 7 8 9. ഓക്കെ ഫൈൻ. 9 വന്നു. 9 വന്നു. 9 ആണെങ്കിൽ ഇവിടെ എഴുതാം NON. ഇനി ബ്രാഞ്ച് നോക്കാം. 1 2, രണ്ടാമത്തെ കാർബൺ 3 4 5 6 7 8, എട്ടാമത്തെ കാർബൺ. 1ഉം 8ഉം, സോറി 2ഉം 8ഉം 10 ആയേ. ഒന്നാമത്തെ കാർബൺ 2 3 4 5 6 7, ഏഴാമത്തെ കാർബൺ. 1ഉം 7ഉം, 8ഉം 2ഉം 10, 1 7 8. 8ആണ് ചെറിയ നമ്പർ. സോ ആ രീതിയിലുള്ള നമ്പറിങ് എടുക്കുന്നു. കംപ്ലീറ്റ് ചെയ്യുന്നു. 1 2 3 4 5 6 7 8 9. തിരിച്ചെടുത്താൽ നമ്പർ കൂടും. ആദ്യം ഡബിൾ ബോണ്ട് എഴുതുന്നു. ഒന്നാമത്തെ കാർബണിൽ, ഒന്നാമത്തെ കാർബണിൽ ഈൻ, ഏഴാമത്തെ കാർബണിൽ വൈൻ. ഈയും വൈ ഒരുമിച്ച് വരാൻ പാടില്ല. ബ്രാഞ്ച് വന്നിരിക്കുന്നത് ഒരു ബ്രാഞ്ചാണ് ആറാമത്തെ കാർബണിൽ. ഏതാ ബ്രാഞ്ച് വന്നിരിക്കുന്നത്? ഒരു ജംഗ്ഷൻ ഉള്ളതാണ് മീതേൻ. 6 മീതേൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ലോങ്സ്റ്റ് ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. 1 2 3 4 5 6 7 8 എടുക്കാം, പക്ഷെ പറ്റത്തില്ല, ഡബിൾ ബോണ്ട് വന്നിട്ടില്ല. 1 2 3 4 5 6 7 8 എടുക്കാം, പക്ഷെ ഡബിൾ ബോണ്ട് വന്നിട്ടില്ല. 1 2 3 4 5 അതേ എടുക്കാൻ പറ്റും, കാരണം അവിടെ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വന്നിട്ടുള്ളൂ. സോ ഇതാണ് ലോങ്സ്റ്റ് ചെയിൻ. കാരണം ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും നമ്മുടെ ലോങ്സ്റ്റ് ചെയിനിൽ വരണമെന്നാണ് IUPAC റൂൾ. നിങ്ങൾ കാർബണിൻ്റെ എണ്ണം എടുക്കണം. അത് ഏതിൻ്റെ കേസിലാണ്? ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും നമ്മുടെ ചെയിനിൽ വന്നതിന് ശേഷം മാത്രമേ കാർബൺ കൂടിയ സ്ഥലം നോക്കി സെലക്ട് ചെയ്യാവൂ. നിങ്ങളിപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തെറ്റാം, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലും തെറ്റാം. കാരണം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട് മാത്രമേ വന്നിട്ടുള്ളൂ, ഇങ്ങനെ എടുത്താൽ ഡബിൾ ബോണ്ട് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ എടുത്തേ പറ്റൂ, മറ്റേത് ബ്രാഞ്ച് ആവും. പേരെഴുതാം നമുക്ക്. കൗണ്ട് ചെയ്യുന്നു. ലോങ്സ്റ്റ് ചെയിനിൽ 1 2 3 4 5. 5 വരുമ്പോഴത്തേക്ക് പേര് പെൻഡ്. പെൻഡ്. കൗണ്ട് ചെയ്യുന്നു. ഒന്നാമത്തെ കാർബൺ കഴിഞ്ഞിട്ട് 2 3 4, നാലാമത്തെ കാർബൺ കഴിഞ്ഞിട്ട് തിരിച്ച് കൗണ്ട് ചെയ്യുന്നു. 1 ഒന്നാമത്തെ കാർബൺ കഴിഞ്ഞിട്ട് 2 3 4, നാലാമത്തെ കാർബൺ കഴിഞ്ഞിട്ട്. എങ്ങനെ നോക്കിയാലും 1ഉം 4ഉം തന്നെ. അപ്പോൾ ആൽഫബറ്റിൽ ഈനിന് വേണം ചെറിയ നമ്പർ കിട്ടാം. ഈനിന് ഇങ്ങനെ നോക്കിയാൽ 1ഉം ഇങ്ങനെ നോക്കിയാൽ 4ഉം ആണ്. അപ്പോൾ ഏതാ ചെറിയ നമ്പർ? 1 ആണ്. തിരിച്ചെടുക്കാം. 1 2 3 4 5 എടുക്കും. ആരെ വേണം ആദ്യം എഴുതാൻ? ഈനെ വേണം ആദ്യം എഴുതാൻ. സോ 1 ഈൻ അല്ലേ.
പെൻഡ് 1 പിന്നെ താഴോട്ട് എഴുതുവാണേ എത്രാമത്തെ കാർബണിൽ 4ാമത്തെ കാർബണിൽ Y. ഇയും വൈയും ഒരുമിച്ച് വരാൻ പാടില്ല. പിന്നെ അനുസരിച്ച് ബ്രാഞ്ച് നോക്കുന്നു. 3ാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വന്നിരിക്കുന്നത്. എത്ര കാർബൺ വരുന്നത്? 1 2 3 4 5 കാർബൺ വരുന്നത്. 5 വരുമ്പോഴത്തേക്ക് എന്തോ പെൻഡ് ബ്രാഞ്ച് ആയതുകൊണ്ട് വൈയിൽ പെൻഡൈൽ എത്രാമത്തെ കാർബൺ? 3ാമത്തെ കാർബൺ. സോ 3 പെൻഡൈൽ പെൻഡ് 1 4Y. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. ഇതാണ് നിങ്ങളുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ ചെയ്ത് ആൻസർ കമൻറ്റ് ബോക്സിലിടും. അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം ഇത് നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കണം. കാരണം എക്സാമിന് നമുക്ക് സ്ഥിരം ചോദിക്കുന്നൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പം ബ്രാഞ്ചും പിന്നെ അതിൻ്റെ മെയിൻ ചെയിൻ കണ്ടുപിടിക്കുക, അതിനുശേഷം ബ്രാഞ്ച്, പിന്നെ അതിനുശേഷം നമ്പർ കൊടുക്കുക. സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് ക്ലിയർ ആക്കിയിട്ട് വേണം വരാനായിട്ട്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കിനി ബുദ്ധിമുട്ടാവും. സോ ഇത്രയും ക്ലിയർ ആക്കി പഠിച്ച് മനസ്സിലാക്കിയിട്ട് വരും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും ഫങ്ഷണൽ ഗ്രൂപ്പ് എടുക്കുന്നു, അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. 3 ഹൈഡ്രോ കാർബൺ 3 എണ്ണം കഴിഞ്ഞ് മിക്സ് ചെയ്യിപ്പിക്കുന്നതും പഠിച്ച് നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ് അത് പഠിക്കാം, സൈക്ലിക്, അരോമാറ്റിക്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.